അസ്സലാമലൈക്കും ഹായ് ഓൾ എല്ലാവർക്കും മൈബുൻസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖാണെന്ന് വിചാരിക്കുന്നു. ഞാൻ സോഫി. വ്യത്യസ്തമായിട്ടുള്ളൊരു ചോറിൻ്റെ ഒരു റൈസ് റെസിപ്പിയാണ് ഞാനിന്ന് കൊണ്ടുവന്നത്. ചെമ്മീൻ ചോറാണ് ഇന്നത്തെ റെസിപ്പി. അപ്പം ചെമ്മീൻ ചോറ് നമ്മൾ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന ആ ഒരു എന്താ പറയുക, അങ്ങനെ ഫോളോ ചെയ്യുന്ന ആ ഒരു രീതിയിൽ നിന്ന് കുറച്ചൊന്ന് മാറ്റിയിട്ട് ഒരു പുതിയൊരു ടേസ്റ്റിൽ, അടിപൊളി ടേസ്റ്റാണിത്. ആ ഒരു ടേസ്റ്റിൽ ഉണ്ടാക്കിയ ഒന്നാണ്. ഒരുപാട് സമയമൊന്നും വേണ്ട, പെട്ടെന്ന് ഒരു അരമണിക്കൂർ കൊണ്ട് നമുക്ക് ഒരു ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. നല്ലൊരു ടേസ്റ്റാണ്, നല്ലൊരു ഫ്ലേവറാണ്. അപ്പം ഞാനിതിൽ കുറച്ച് സോസസൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അത് വേണ്ടാന്നുള്ളവർക്ക് അത് അവോയ്ഡ് ചെയ്തിട്ട് അതിന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കുകയും ചെയ്യാം. അപ്പം നമുക്ക് ഈ ഒരു റൈസ് ഉണ്ടാക്കുന്നത്, ചെമ്മീൻ ചോറ് ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. ഈ ചെമ്മീൻ ചോറ് അല്ലെങ്കിൽ ചെമ്മീൻ ബിരിയാണി എന്നൊക്കെ പറയുന്നത് പല ടൈപ്പിലും നമുക്ക് ഉണ്ടാക്കാം. ഏത് ടൈപ്പിൽ ഉണ്ടാക്കിയാലും അത് നല്ല ടേസ്റ്റാണ്. ചെമ്മീൻ്റെ ടേസ്റ്റ് വേറെ തന്നെയായിരിക്കും. അപ്പം ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ചെമ്മീൻ്റെ സ്റ്റോക്ക് എടുത്തിട്ട് ആ ഒരു സ്റ്റോക്കിലാണ് ചോറ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ചെമ്മീൻ്റെ സ്റ്റോക്ക് എടുക്കാൻ വലിയ പണിയൊന്നുമില്ല. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാനിപ്പം കുക്കറിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 2-3 ചെമ്മീനും ഇട്ട് കൊടുക്കാം. അങ്ങനെ ചെമ്മീൻ ഇട്ടിട്ട് വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് തിളച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഇതിൽ ചെമ്മീൻ വേവ് കുറവാണെങ്കിൽ ചോറിൽ അങ്ങ് വെന്തോളും, അത് പ്രശ്നമാക്കണ്ട. അപ്പം ഈ സ്റ്റോക്ക് ഇവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് കുറച്ച് ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് പൊരിച്ചെടുക്കണം. അപ്പം ചെമ്മീൻ ഞാൻ തലയും വാലും ഒക്കെ വെച്ചിട്ടാണ് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുത്തത്. ഒരു 10-15ഓളം ചെമ്മീൻ ഉണ്ടാവും. അപ്പോൾ തലയും വാലൊന്നും വേണ്ടാന്നുള്ളവർക്ക് അത് മാറ്റിയിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് ഇനി ഒരു 1-2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ഇറ്റാലിയൻ സീസണിംഗ് ആണ്. അത് കുറച്ചൊരു സ്പൈസസ്, എന്താ പറയുക, കുറച്ചൊരു ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു 1/2 ടീസ്പൂണോളം റോസ്മേരിയും 1/2 ടീസ്പൂൺ ഒറിഗാനോവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. കുറേ വേണമെന്നില്ല, ഒരു 1/2 ടീസ്പൂൺ, രണ്ടും കൂടെ അങ്ങ് ചേർത്താൽ മതി. പിന്നെ എല്ലാ മസാലയും ഒന്ന് പിടിച്ച് കിട്ടാനായിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സാധാ സൺഫ്ലവർ ഓയിലാണ്, അത് ചേർത്ത് കൊടുക്കാം. പിന്നെ എൻ്റെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്, ഒരു എക്സ്ട്രാ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സോസസും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണോളം ടൊമാറ്റോ സോസ് ചേർത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഹോട്ട് സോസ് ഉണ്ട്, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണോളം സോയ സോസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കിയെടുക്കാം. അപ്പോൾ ഈ സോസൊന്നും വേണ്ടാന്നുള്ളവർക്ക് ഈ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ടുള്ള ആ ഒരു മിക്സ് മാത്രം ഇട്ടിട്ട് പൊരിച്ചെടുത്താലും മതി. അപ്പോൾ ഈ ചെമ്മീനൊക്കെ നമ്മൾ എപ്പോഴും പൊരിച്ചെടുക്കുന്നതിൽ നിന്ന് ഒന്നങ്ങ് മാറ്റി പിടിച്ചതേ ഉള്ളൂ, സോസൊക്കെ ചേർത്തിട്ട്. ഇനിയിപ്പോൾ ഇതേപോലെ ഒരു അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് പൊരിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ചെമ്മീൻ എന്തായാലും പൊരിച്ചെടുക്കുമ്പം ആ ഒരു ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊന്ന് ചുരുണ്ട് പോകും. അപ്പോൾ എനിക്കിതൊന്ന് നിവർന്നിട്ട് തന്നെ പൊരിച്ച് കിട്ടണം എന്നുള്ളതുകൊണ്ട് ഞാനിപ്പോൾ അതെന്ത് ചെയ്യുന്നു, ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്നങ്ങ് കുത്തി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ പൊരിച്ചെടുത്താലും ആ ഒരു നീളത്തിൽ തന്നെ അങ്ങ് കിട്ടിക്കോളും. ഇതിൻ്റെ ഒന്നും ഒരു നിർബന്ധവും ഇല്ല, ജസ്റ്റ് ഞാനിങ്ങനെ ഒന്ന് ചെയ്തതെന്നേ ഉള്ളൂ. എപ്പോഴും നമ്മൾ ഒരേ മെത്തേഡിൽ പൊരിച്ചെടുക്കുമ്പം എപ്പോഴെങ്കിലും ഒരു മാറ്റം വരണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ എല്ലാം ഇങ്ങനെ ടൂത്ത് പിക്ക് വെച്ചിട്ട് കുത്തി കൊടുത്തിട്ടുണ്ട്. ചോറ് റെഡിയാവുന്ന സമയത്തേക്കും നമുക്കിത് പൊരിച്ചെടുക്കാം. അതവിടെ നിൽക്കട്ടെ. ഇനി ഞാനിപ്പം അരി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പം ബസ്മതി അരിയാണ്. 1.5 ഗ്ലാസ് ബസ്മതി അരി എടുത്തിട്ടുണ്ട്. ഇതിനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആദ്യം നന്നായിട്ടൊന്നങ്ങ് കഴുകിയെടുക്കണം. കഴുകിയതിന് ശേഷം ഒരു 10 മിനിറ്റോളം ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെക്കാം. എന്നിട്ട് അതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, വെള്ളം ഊറാനായിട്ട് ഒരു അരിപ്പയിലേക്ക് ഇട്ട് വെക്കണം. ഇത് ഞാൻ നേരത്തെ ചെമ്മീൻ വേവിച്ച ആ വെള്ളമാണ്. ഇത് 1.5 ഗ്ലാസ് അരിക്ക് ഞാനിപ്പം 2.5 ഗ്ലാസ് വെള്ളമാണ് ചൂടാക്കാനായിട്ട് എടുത്തത്. അരി എടുത്ത ആ സെയിം ഗ്ലാസ്സിൽ തന്നെയാണ് അളന്നെടുത്തത്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാനിപ്പം അരി നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. ഇതൊരു 5 മിനിറ്റ് കുതിർത്ത് വെച്ച ശേഷം അരിപ്പയിലേക്ക് ഇട്ട് വെക്കാം. അപ്പോൾ ഇനി ചോറ് തൂങ്ങിക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ഉള്ളിയും 2 പച്ചമുളകും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് സോസസും കൂടെ ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനിപ്പോൾ ഒരു നോൺ സ്റ്റിക്കിൻ്റെ വലിയ പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് നല്ല നെയ്യ്, അതായത് ഗീയോ ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിപ്പം മെൽറ്റ് ചെയ്ത ഗീയും അതുപോലെ തന്നെ കുറച്ച് ഓയിലും കൂടെ മിക്സ് ആക്കിയിട്ടാണ് ചേർത്ത് കൊടുത്തത്. ഒരു 4 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. പട്ട, ഗ്രാമ്പു, ഏലക്ക എന്നിവ ചേർത്ത് കൊടുക്കാം. സ്പൈസസ് എല്ലാം ഒന്നും ചേർക്കണമെന്നില്ല. പിന്നെ അതുപോലെ തന്നെ വേണമെങ്കിൽ കുറച്ച് ചെറിയ ജീരകവും വലിയ ജീരകവും ഒരു 1/2 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു ബിരിയാണി ഇലേൻ്റെ ചെറിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ സവാളയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുക്കണം. ഈ ഒരു സവാള ഒന്ന് ജസ്റ്റ് സോഫ്റ്റ് ആകുന്നത് വരെ വഴറ്റിയെടുക്കാം. പിന്നെ നമ്മൾ ഈ ഒരു ചോറിന് എന്താ പറയുക, തക്കാളി ഒന്നും ചേർക്കുന്നില്ല. തക്കാളീൻ്റെ കുറച്ച് സോസ് അല്ലെങ്കിൽ കെച്ചപ്പൊക്കെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി കെച്ചപ്പും സോസൊന്നും വേണ്ടെങ്കിൽ
ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഒരു തക്കാളി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പം തക്കാളീൻ്റെ ആ ഒരു ടേസ്റ്റ് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സോസ് ചേർത്ത് കൊടുക്കുന്നത്. കാരണം നമ്മളെപ്പോഴും ഈ കൊഞ്ചൻ ചോറും ഇറച്ചിച്ചോറും ഒക്കെ ഉണ്ടാക്കുമ്പം തക്കാളിയും കുറേ മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ഇടാറുണ്ടല്ലോ. അപ്പം അതിനൊക്കെ ഒന്ന് മാറ്റി പിടിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇന്നത് ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ ഇതിലേക്ക് സവാളക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടി പോകരുത്, കാരണം നമ്മൾ ചെമ്മീൻ സ്റ്റോക്കിൽ ഉപ്പിട്ടിട്ടുണ്ട്, പിന്നെ ചെമ്മീൻ മാരിനേറ്റ് ചെയ്തപ്പോഴും ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നോക്കിയിട്ട് ഇട്ടാൽ മതി. അപ്പോൾ ഈ സമയത്തേക്കും ഞാനിപ്പം അരി ഒരു അരിപ്പയിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായിട്ടൊന്ന് വാർത്തിയെടുക്കാം. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുക്കാം. ഇപ്പം നമ്മുടെ സവാള ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്, ഒന്ന് കളറൊക്കെ ജസ്റ്റ് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സോസസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചെമ്മീൻ ഓൾറെഡി മാരിനേറ്റ് ചെയ്തതും കുറച്ച് സോസിലാണ്. എന്നാലും ഈ ഒരു ചോറിനും കൂടെ ആ ഒരു സോസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2 ടീസ്പൂണോളം ഹോട്ട് സോർ, അതുപോലെ തന്നെ 2 ടീസ്പൂണോളം സോയ സോസ്, 2 ടീസ്പൂണോളം ടൊമാറ്റോ സോസ് അല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം ചോറിൽ ഒരുപാട് വേണമെന്നില്ല, ഒരുപാട് കളറും ഇല്ലാത്തൊരു ചോറാണ്, പിന്നെ മൈൽഡ് സ്പൈസ് ആയിട്ടുള്ള ചോറാണിത്. പിന്നെ നമ്മൾ സോസ് ചേർക്കുന്നുണ്ടെങ്കിൽ, അതായത് ചെമ്മീനിലായാലും അതുപോലെ ഈ ചോറ് വേവിക്കുമ്പോൾ ആയാലും സോസസ് ചേർക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ആ ഒരു ടേസ്റ്റ് അല്ല മുന്നിട്ട് നിൽക്കാൻ. കാരണം നമ്മൾ ചെമ്മീൻ വേവിച്ചിട്ടുള്ള ആ വെള്ളമാണല്ലോ ചോറിനെടുക്കുന്നത്. ആ ഒരു സ്റ്റോക്ക് ഒഴിക്കുന്നത് കൊണ്ട് തന്നെ ചെമ്മീൻ്റെ കൂടുതൽ ടേസ്റ്റാണ് ഇതിന് കിട്ടുന്നത്. അപ്പം നമ്മുടെ സോസൊക്കെ ഇട്ടിട്ട് എല്ലാം നന്നായിട്ട് അങ്ങ് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ചൂടാക്കിയിട്ടുള്ള ചെമ്മീൻ സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കാം. ചെമ്മീൻ വേവിച്ചിട്ടുള്ള ആ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ വെള്ളം ഞാൻ അളന്നെടുത്തിട്ടാണ് ചൂടാകാനായി വെച്ചത്. 1.5 ഗ്ലാസ് അരിക്ക് ഞാൻ 2.5 ഗ്ലാസ് വെള്ളമാണ് എടുത്തത്. അതായത് ഡബിൾ സൈസ് വെള്ളം എടുത്തിട്ട്, 1.5 ഗ്ലാസ് എന്ന് പറയുമ്പോൾ 3 ഗ്ലാസ്സാണ്. ആ 3 ഗ്ലാസിൻ്റെ 1/2 ഗ്ലാസ് വെള്ളം കുറച്ചിട്ടുണ്ട്. എന്നാലേ നല്ല മണിമണിയായിട്ടുള്ള ചോറ് കിട്ടുള്ളൂ. അപ്പോൾ വെള്ളത്തിൽ വേവിച്ച ആ ചെമ്മീനും കൂടെ ഞാൻ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ഉപ്പ് വേണമെന്ന് നോക്കാം. ഉപ്പ് കറക്റ്റ് ആണെങ്കിൽ പ്രശ്നമില്ല. ഉപ്പ് പോരാന്ന് തോന്നുവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ചിട്ട് നമുക്കിത് തിളപ്പിച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ചെമ്മീൻ മാരിനേറ്റ് ചെയ്ത് വെച്ചത് ഇപ്പോൾ ഏകദേശം ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് ചോറിൻ്റെ വെള്ളം അവിടെ വേവുന്ന സമയത്തേക്ക് നമുക്ക് ചെമ്മീനൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ മറ്റേ അടുപ്പിൽ ഞാനിപ്പോൾ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ വെച്ചിട്ടുണ്ട്. നന്നായി ചൂടായി വരുമ്പം അതിലേക്ക് കുറച്ച് ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിപ്പം ഓയിലാണ് എടുത്തത്. നന്നായി ചൂടായി വന്നപ്പോൾ ഇതിലേക്കൊരു 3-4 മണി കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണോളം റെഡ് ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഒരു സ്പൈസി കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്, കാരണം ഒരുപാട് സ്പൈസ് അല്ലാത്ത ചോറാണത്. അപ്പം കുറച്ച് സ്പൈസി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് റെഡ് ചില്ലി ഫ്ലേക്സ് ഇട്ടത്. വേണ്ടാന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്തേക്കാം. എന്നിട്ട് അതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ഓരോന്നായിട്ട് അങ്ങ് വെച്ച് കൊടുക്കാം. ഇനി ഈ ചെമ്മീൻ എല്ലാ ഭാഗത്തും ഒന്നങ്ങ് നന്നായിട്ട് മൊരിഞ്ഞിട്ട് പൊരിഞ്ഞ് വരണം. അപ്പോൾ ഈ ടൂത്ത് പിക്ക് ചെമ്മീനിലേക്ക് കുത്തിവെക്കുന്നതിന് മുമ്പ് ഒരു 10 മിനിറ്റെങ്കിലും കുറച്ച് വെള്ളത്തിലൊന്നങ്ങ് സോക്ക് ചെയ്ത് വെക്കണം. ഒന്ന് വെള്ളത്തിലിട്ട് വെക്കണം. എന്തിനാന്ന് വെച്ചാൽ ഈ എണ്ണയിലിടുമ്പോൾ അത് ചിലപ്പോൾ എങ്ങാനും പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാമല്ലോ. അതിലേക്ക് ചോറിൻ്റെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഊറ്റി വെച്ചിട്ടുള്ള അരി അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പം നമുക്ക് ഈ ബസ്മതി അരിയല്ലാണ്ട് സാധാരണ നമ്മുടെ ജീരകശാല അരി വെച്ചിട്ടും ഇങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. അപ്പം ബസ്മതി അരിയൊന്നും ചിലർക്കൊന്നും ഇഷ്ടമാവണമെന്നില്ല. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് കൈമ അരിയോ അല്ലെങ്കിൽ ജീരകശാല അരിയോ, നമ്മൾ സാധാരണ ബിരിയാണി വെക്കുന്ന ആ ചെറിയ അരി ഉണ്ടല്ലോ, അതെടുത്തിട്ട് ഇങ്ങനെ ചെയ്താലും മതി. അപ്പം നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ചോറിന് ഉപ്പിൻ്റെ ഒരു കുറവുള്ളതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ആദ്യം കുക്ക് ചെയ്തെടുക്കാം. പിന്നെ ചെമ്മീൻ മാരിനേറ്റ് ചെയ്തപ്പം കുറച്ച് മസാലയൊക്കെ ഉണ്ട്. അപ്പോൾ അത് ചോറിൽ ഇട്ട് കൊടുക്കുന്നതിനെക്കാട്ടിലും ഈ ചെമ്മീനിൽ തന്നെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ അതിലേക്ക് അങ്ങനെ അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് മൊരിച്ചിട്ട് പൊരിച്ചെടുക്കണം. ഇപ്പോൾ ഏകദേശം ഒരു ഭാഗം ഒന്നങ്ങ് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അടുത്ത ഭാഗവും തിരിച്ചിട്ടിട്ട് നന്നായിട്ട് എല്ലാ ഭാഗവും നന്നായി പൊരിച്ചെടുക്കാം. പിന്നെ ഓവർ കുക്കാകണ്ട, അപ്പം റബ്ബർ പോലെ ആയിപ്പോവും. ഇപ്പോൾ കുറഞ്ഞത് 2 ഭാഗവും 5 മിനിറ്റ് വെച്ചിട്ട് അങ്ങനെ അങ്ങ് പൊരിച്ചെടുത്താൽ മതി. അങ്ങനെ നമ്മുടെ ചെമ്മീൻ ഇപ്പം നന്നായി മൊരിഞ്ഞിട്ട് പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോഴേക്കും ചോറ് എന്തായെന്ന് നോക്കാം. ഇപ്പോൾ ഒരു 5-8 മിനിറ്റ് ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്ലെയിം അങ്ങ് ലോ ആക്കിയതാണ്. വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്, എന്നാലും അങ്ങനെ ഡ്രൈ ആയിട്ടില്ല. ചോറ് വേവാനും കുറച്ചുണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്നങ്ങ് ഇളക്കി കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട്, ചോറ് എന്തായാലും വെന്തിട്ടില്ല, വേവാനും കുറച്ചുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് നേരത്തെ നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള ചെമ്മീൻ അങ്ങ് നിരത്തിയിട്ട് കൊടുക്കാം. ഒരു ദം ചെയ്യുന്ന പോലെ തന്നെ. നമ്മൾ ദം ചെയ്യുമ്പം സാധാരണ അടിയിലാണ് മസാല ഉണ്ടാവാൻ. ഇത് ഞാനിപ്പം മേലയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ആ ഒരു ചെമ്മീനിലുള്ള ആ ഒരു കക്കം, അതായത് ആ മസാലയും കൂടെ ഈ ചോറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചെമ്മീൻ എല്ലാ ഭാഗത്തേക്കും അങ്ങ് നിരത്തി വെച്ച് കൊടുക്കാം.
അപ്പോൾ ഈ ഒരു ആ ഒരു മസാലയും ആ ഒരു കക്കയൊക്കെ ചോറിലങ്ങ് പിടിച്ച് വരുമ്പം നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇനിയിപ്പം ചെമ്മീൻ എല്ലാ ഭാഗത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്നങ്ങ് നിരത്തി വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കറിവേപ്പില അരിഞ്ഞിട്ട് അതും അങ്ങ് വിതറി കൊടുക്കാം. പിന്നെ ഞാനിപ്പം ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഗരം മസാല, ഒരു ടീസ്പൂണോളം ഗരം മസാല, പിന്നെ ഒരു 1.5 ടീസ്പൂണോളം പെപ്പർ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് പൊതുവേ ഇങ്ങനെയുള്ള ചോറിന് പെപ്പർ പൗഡറിൻ്റെ ആ ഒരു ടേസ്റ്റ്, പെപ്പറിൻ്റെ ആ ഒരു ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 2 ടീസ്പൂണൊക്കെ ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ചുകൂടെ കറിവേപ്പിലയും മല്ലിയിലയും മുകളിൽ വിതറിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനി അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ചോറ് നന്നായി ഡ്രൈ ആവുകയും ചെയ്യും, ആവശ്യത്തിന് വെന്ത് കിട്ടുകയും ചെയ്യും. പിന്നെ ആ ചെമ്മീൻ പൊരിച്ചതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ ചോറിലൊക്കെ നന്നായിട്ട് അങ്ങ് പിടിച്ച് കിട്ടുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ ചോറ് ഇപ്പം ഒരു 10 മിനിറ്റ് വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഓഫാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു 5 മിനിറ്റ് വെറുതെ അട വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് തുറന്നെടുക്കുന്നത്. ഇനി എല്ലാം കൂടെ ഒന്നങ്ങ് മിക്സാക്കി എടുക്കണം. കാരണം ആ ഗരം മസാലയും പെപ്പർ പൗഡറൊക്കെ ഒന്ന് ചോറിലൊക്കെ ഒന്ന് പിടിച്ച് കിട്ടണമല്ലോ. പക്ഷെ ഞാനിപ്പോൾ ഇതൊന്ന് വീഡിയോന് കാണിക്കാൻ വേണ്ടിയിട്ടൊന്ന് സെർവ് ചെയ്യാണ്. ഇപ്പം ചോറ് നല്ല ഡ്രൈ ആയിട്ടുണ്ട്, നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അപ്പം ഞാനിതിപ്പോൾ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെമ്മീനൊക്കെ ഒന്ന് മിക്സാക്കാണ്ട് കാണിക്കുന്നതേ ഉള്ളൂ. എല്ലാം കൂടെ ഒന്ന് മിക്സാക്കിയിട്ട് കഴിക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. ആ ഒരു ചെമ്മീൻ്റെ ടേസ്റ്റൊക്കെ കിട്ടണ്ടേ. അങ്ങനെ ഞാനിപ്പോൾ ഇതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് റൈത്തയോടൊപ്പമോ അല്ലെങ്കിൽ കച്ചമ്പറിൻ്റെ കൂടെയോ അച്ചാറിൻ്റെ കൂടെയോ ഒക്കെ സെർവ് ചെയ്യാം. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു കച്ചമ്പർ ഉണ്ടാക്കിയത് കുറച്ച് വത്തക്ക ഉണ്ടായിരുന്നു. അപ്പോൾ അതും കുറച്ച് ഉള്ളിയും പച്ചമുളകും പിന്നെ നാരങ്ങ നീരിലൊന്ന് മിക്സാക്കി എടുത്തതാണ്. പിന്നെ ഞാനിപ്പം കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് വെച്ചിട്ടുണ്ട്, കുറച്ച് അച്ചാറും കൂടെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ചൂടോടെ തിന്നാം. നല്ല ടേസ്റ്റിയാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ എല്ലാം വെച്ചിട്ട് ഞാനിപ്പം സെർവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോടെ തിന്നാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി ആ ഒരു എന്താ പറയുക ചെമ്മീൻ്റെ ആ ഒരു ടേസ്റ്റ് ഇതിൽ മുന്നിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഇത് വീട്ടിൽ ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ സോസ് വേണ്ടാന്നുള്ളവർക്ക് ഈ ചോറ് തൂങ്ങിക്കുന്ന സമയത്ത് ഉള്ളീൻ്റെ കൂടെ കുറച്ച് തക്കാളി അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിലുണ്ടാക്കി നോക്കണം. ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണിത്. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റിൽ നിന്നും കുറച്ച് മാറിയിട്ടായതുകൊണ്ട് തിന്നാനും അത്ര മടുപ്പൊന്നും തോന്നുന്നില്ല. കാരണം ഒരുപാട് മസാലകളൊന്നും നമ്മൾ ഇതിൽ ഇടുന്നില്ലല്ലോ. ഈ സാധാരണ ഒരു ബിരിയാണിക്ക് എന്തായാലും മസാല ഉണ്ടാവും. അപ്പോൾ ആ മസാലൻ്റെ ആ ഒരു മടുപ്പും മസ്തും ഒന്നും എന്തായാലും ഈ ഒരു റൈസിനില്ല. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിലുണ്ടാക്കി നോക്കൂ. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചോറാണ്. അപ്പം പാർട്ടിയിൽ സെർവ് ചെയ്യാൻ പറ്റിയൊരു റൈസാണിത്. വീട്ടിലുണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയൂ. അപ്പോൾ പുതിയ റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. കീപ്പ് വാച്ചിങ് മൈമൂൺസ് കിച്ചൺ. ടേക്ക് കെയർ ആൻഡ് ബൈ.